റീമേക്കുകൾ ഒരുപാട് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ സിനിമാ പ്രേമികൾ. പക്ഷേ ഗില്ലി പോലൊരു സിനിമ അതുവരെയും കണ്ടിട്ടില്ലായിരുന്നു. അത്രത്തോളം മികച്ച സിനിമയായിട്ടാണ് ധരണി വിജയിയെ കേന്ദ്ര കഥാപാത്രമായി ഗില്ലി സംവിധാനം ചെയ്തത്. 2003 മഹേഷ് ബാബു നായകനായി ഗുണശേഖർ ഒരുക്കിയ ഒക്കഡു എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ തമിഴ് പതിപ്പായിരുന്നു 2004 റിലീസ് ചെയ്ത ഗില്ലി. ഒറിജിനലിന് മുകളിൽ നിൽക്കുന്ന റീമേക്ക് എന്ന് തന്നെ സിനിമയെ വിശേഷിപ്പിക്കാം. വിജയിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ഈ സിനിമ. ആക്ഷനും റൊമാൻസിനും ഒരുപോലെ പ്രാധാന്യം നൽകിയ സിനിമ ആ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി. അതോടെ വിജയിയുടെ വിജയവും വർദ്ധിക്കുകയായിരുന്നു. തമിഴ് മക്കൾക്കിടയിൽ രജനീകാന്തിന് ശേഷം ആരെ എന്നതിനുള്ള ഒരു മറുപടിയായിരുന്നു ഗില്ലി സിനിമയിലൂടെ വിജയ് നൽകിയത്. സിനിമ പല സ്ഥലത്തും റെക്കോർഡുകളിട്ടു. അതുപോലെ സംഗീതത്തിന്റെ രാജാവ് എന്ന വിദ്യാസാഗറിന്റെ വേറിട്ടൊരു ആൽബമായിരുന്നു ഗില്ലി. പാട്ടും പശ്ചാത്തല സംഗീതവും ഇന്നും സോഷ്യൽ മീഡിയ ഭരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ റീ റിലീസിന് ഓപ്പണിംഗിൽ 11 കോടിയോളം ഗില്ലി നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ. അതേസമയം അന്ന് ഗില്ലിയിൽ അഭിനയിക്കാൻ വിജയ് വാങ്ങിയ പ്രതിഫലവും ഏറെ ചർച്ചയാകുന്നുണ്ട്. 2004 8 കോടി രൂപയ്ക്കാണ് ഗില്ലി ഒരുക്കിയത്. അതിൽ 4 കോടിയാണ് വിജയ് വാങ്ങിയ പ്രതിഫലം. ഇപ്പോൾ 200 കോടി വാങ്ങുന്ന വിജയിയുടെ അന്നത്തെ പ്രതിഫലവും ശരിക്കും അത്ഭുതപ്പെടുത്തുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. വിജയ് ഇപ്പോൾ വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗോട്ട് എന്ന സിനിമയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ദി ഗോട്ടിനായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്തും നടന്നിരുന്നു. ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചത്. കേരളത്തിലെത്തിയ വിജയ്ക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ വാർത്ത വലിയ ചർച്ചയായിരുന്നു. കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമാണ് ദളപതി വിജയ്. വിജയുടെ ലിയോ ആണ് തമിഴ് സിനിമകളുടെ കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനത്തുള്ളത്. തിരുവനന്തപുരത്ത് ആരാധകർക്കൊപ്പം വിജയ് എടുത്ത സെൽഫി ഫോട്ടോ വമ്പൻ ഹിറ്റായിരുന്നു. ദ ഗോട്ടിന്റെ മറ്റൊരു പ്രധാന ഭാഗത്തിന്റെ ചിത്രീകരണം ദുബായിലും നടന്നിരുന്നു. വിജയ് നായകനായി ഒടുവിലെത്തിയ ചിത്രം ലിയോ ആണ്. ചിത്രത്തിൽ തൃഷയായിരുന്നു നായിക. വർഷങ്ങൾക്ക് ശേഷം ഗില്ലി ജോഡിയെ വീണ്ടും ഒരുമിപ്പിച്ച് കണ്ടതിൽ സന്തോഷമെന്നാണ് ആരാധകർ അന്ന് പറഞ്ഞത്. അതേസമയം ദ ഗോട്ട് സിനിമയോടെ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് വിജയുടെ തീരുമാനം. വിജയുടെ കരിയറിലെ 68ാമത്തെ ചിത്രമായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം 2024 സെപ്റ്റംബർ 5-നായിരിക്കും റിലീസ് ചെയ്യുക. AGS എൻ്റർടൈൻമെൻ്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്.